വെള്ളപ്പൊക്കത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് 4 ദിവസമായി കൊച്ചി താന്തോണി തുരുത്ത് നിവാസികൾ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. ഔട്ടർ ബണ്ട് കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് CRZ അധികൃതർ വഴി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വാങ്ങുന്നതിൽ നടപടികൾ വേഗത്തിലാക്കുമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ, കൊച്ചി മേയർ, എറണാകുളം MLA, റവന്യൂ അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിന് പിന്നാലെയാണ് സമരസമിതിയുടെ തീരുമാനം. കേരള തീരദേശ പരിപാലന അതോറിറ്റി ഉദ്യോഗസ്ഥർ ഓൺലൈൻ വഴിയും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കണ്ടൽക്കാടുകളുള്ള പ്രദേശമായതിനാൽ തീരദേശ പരിപാലന നിയമത്തിന്റെ തടസ്സങ്ങളാണ് താന്തോണി തുരുത്തിൽ ഔട്ടർ ബണ്ട് നിർമ്മിക്കുന്നതിന് തടസ്സമാകുന്നത്. ഈ തടസ്സങ്ങൾ നീക്കാൻ തീരദേശ അതോറിറ്റി വഴി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിക്കായി 2 ആഴ്ചക്കുള്ളിൽ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ജിഡ ഈ കുറികൾക്കുള്ള മറുപടി സമർപ്പിക്കാം എന്നാണ് ഇന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ KCSMയുടെ പ്രത്യേക യോഗം ഇത് കിട്ടുന്ന തൊട്ട് അടുത്ത ആഴ്ച തന്നെ അവർ ചേരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ കേന്ദ്ര ഗവൺമെന്റിന് അംഗീകാരമാണ് വേണ്ടത്. അവരെല്ലാവരും കൂടി അക്കാര്യത്തിൽ കൂടി ഒന്നിച്ച് നിൽക്കാം എന്നാണ് ഇന്നത്തെ യോഗത്തിന്റെ തീരുമാനം. മന്ത്രിയുടെ ഉറപ്പിനെ തുടർന്ന് സമരം പിൻവലിക്കാൻ സമരസമിതിയും തീരുമാനിച്ചു. 2 ആഴ്ച സമയമാണ് ഇപ്പം ഞങ്ങളോട് ഇവർ ആവശ്യപ്പെട്ടേക്കുന്നത്. കേൾക്കല്ലാണ്ട് വേറൊരു അവസ്ഥ ഞങ്ങൾക്കില്ല. വെള്ളപ്പൊക്കം രൂക്ഷമായതോടെ കഴിഞ്ഞ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് ഗോശ്രീ ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫീസിന് മുന്നിൽ 63 കുടുംബങ്ങൾ സമരം ആരംഭിച്ചത്. ദുരിത ജീവിതത്തിന് പരിഹാരമായി CRZ നിയമക്കുരുക്കുകൾ നീങ്ങുമെന്ന പ്രതീക്ഷയിലാണ് താന്തോണി തുരുത്ത് നിവാസികൾ. മീഡിയ 1 കൊച്ചി.